നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞു, നമ്മൾ കുറേ സദ്യ റെസിപ്പീസും ഒക്കെ ആയിരുന്നു കുറച്ച് കാലം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഒരു നോൺ വെജ് റെസിപ്പിയാണ്. അപ്പോൾ നോൺ വെജ് റെസിപ്പി എന്ന് പറയുമ്പോൾ എഗ്ഗ് വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്, കോഴിമുട്ട വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ സാധാരണ കോഴിമുട്ട വെച്ചിട്ട് ചെയ്യുന്ന ഏത് ഐറ്റം ആയിട്ടുണ്ടെങ്കിലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യും, കാരണം വീട്ടിൽ പൊതുവെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ അപ്പം ഇന്ന് ചെയ്തിരിക്കുന്നത് മുട്ട പൊള്ളിച്ചതാണ് കേട്ടോ. പൊള്ളിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ മീനൊക്കെ ചെയ്യാറില്ലേ, നമ്മൾ ചാനലിൽ തന്നെ കരിമീൻ പൊള്ളിച്ചതുണ്ട്. അപ്പോൾ കാണാത്തവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇലയിൽ ഇങ്ങനെ മസാലക്കൂട്ടൊക്കെ വെച്ച് പൊള്ളിച്ചെടുക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമ്മൾ സാധാരണ ഇപ്പം മുട്ട നമ്മൾ റോസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ, ചപ്പാത്തിക്ക് കൂട്ടാൻ വേണ്ടി റോസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. അപ്പം തന്നെ അതിൻ്റെ ആ ഒരു മസാല തന്നെ നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പം ഈ വാഴയിലയിലൊക്കെ പൊതിഞ്ഞ് അത് പൊള്ളിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ ഗംഭീര ടേസ്റ്റാണ്. നല്ല എന്താ പറയുക, ആ വാഴയിലേൻ്റെ മണം വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ നമുക്കിപ്പം കറി ഉണ്ടെങ്കിൽ അതിൻ്റെ സൈഡായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഒരു കോഴിമുട്ട പൊള്ളിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മളൊന്ന് കണ്ടുവരാം. അപ്പം ഞാനിത് ചെയ്തിരിക്കുന്നത് 3 കോഴിമുട്ട എടുത്തിട്ടാണ്. അപ്പോൾ ഈ മുട്ട ഞാൻ 2ആയിട്ട് മുറിച്ചിട്ടാണ് ചെയ്യുക കേട്ടോ. പുഴുങ്ങി വെച്ചതാണ്, അപ്പോൾ 2ആയിട്ട് മുറിച്ചിട്ടാണ് ചെയ്യാം. പിന്നെ വേണ്ട സവാള കുഞ്ഞതായിട്ട് അരിഞ്ഞതാണ്. ഇതിപ്പോൾ ഞാൻ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. അതുപോലെ തക്കാളി അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. തക്കാളി ഞാൻ 2 എണ്ണം കേട്ടോ എടുത്ത്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എരിവിന് മുളക് പൊടിയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ പച്ചമുളക് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്വാദ് പ്രത്യേകമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കറിവേപ്പില. ഇത്രയാണ് വേണ്ടത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്യാണ്. അപ്പോൾ മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലോട്ട് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പം വെളിച്ചെണ്ണയൊക്കെ കുറച്ച് കൂടുതലാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ പെട്ടെന്ന് സവാള വാടി കിട്ടുകയും ചെയ്യും. ഇനി ഇതിപ്പം നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. എന്തായാലും വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, വഴറ്റാൻ എളുപ്പത്തിന്. ഇപ്പം തന്നെ ഞാൻ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പം സവാള ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി. ഇതാണ് നമ്മൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇപ്പം നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം ഇതൊന്ന് മിക്സായി കഴിഞ്ഞ് ഇപ്പം തന്നെ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. തക്കാളി ചേർക്കാണ്. ഇതിന് കറിവേപ്പിലയും ചേർത്തു. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് ഫ്രൈ ആവും പോലെ ആയിട്ട് വരണം ശരിക്കും. അപ്പം അതിന് സമയമെടുക്കും. പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കുറച്ചുകൂടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും. അപ്പോൾ വെളിച്ചെണ്ണ ഇനി വേണം തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്തായാലും നന്നായിട്ട് വാട്ടിയെടുക്കാം. ഉപ്പ് ഞാൻ നേരത്തെ ചേർത്തതേ ഉള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് എണ്ണയൊക്കെ തെളിഞ്ഞു. അപ്പോൾ ഈ ഒരു പരുവത്തിലാവുമ്പോഴാണ് ഇനി നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ആ സമയം കൊണ്ട് എഗ്ഗ് എടുത്തിട്ട് 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊരു വാഴയിലയിൽ പൊതിയാണ് വേണ്ടത് കേട്ടോ. അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില എടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ചെയ്ത സ്റ്റൗവിൽ തന്നെ വെച്ച് 2 പുറമൊന്ന് വാട്ടിയെടുത്ത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ മടക്കി എടുക്കാൻ പറ്റും. പിന്നെ ആദ്യം നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാല വെച്ച് കൊടുക്കാം. വെച്ച് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ മുട്ട വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്ന് ഇങ്ങനെ പരത്തി വെക്കുകയാണ്.
ഞാൻ വിചാരിക്കുന്ന ഒരു 3 എണ്ണം ഒരുമിച്ച് വെക്കാമെന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിലോട്ട് മുട്ട വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് നമുക്കിതുപോലെ മസാല വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫുൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് കെട്ടിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ 2 ഭാഗവും അടുപ്പിച്ച് വെച്ച് നമുക്ക് കെട്ടിയെടുക്കാം. കെട്ടാൻ വേണ്ടി ഞാനിവിടെ നൂല് എടുത്ത് വെച്ചിട്ടുണ്ട്. നൂല് കൂട്ടിയിട്ട് കെട്ടിയാൽ മതി. വാഴേൻ്റെ ആ ഒരു ഇതില്ല, വാഴ നാര് അതുണ്ടെങ്കിൽ അത്രയും നല്ലത്, ഇല്ലെങ്കിൽ പിന്നെ നൂല് മതി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്നുകൂടി ഉണ്ട്, അപ്പോൾ അതുകൂടി ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ 2 എണ്ണം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ദോശത്തട്ടിൽ വെച്ചിട്ട് ഇത് പൊള്ളിച്ചെടുക്കാൻ പോവാണ്. ഞാനിത് പൊള്ളിച്ചെടുക്കുന്നത് ദോശത്തട്ടിലാട്ടോ. ദോശത്തട്ടിൽ പ്രത്യേകിച്ച് വേറെ വെളിച്ചെണ്ണ അങ്ങനെയൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ ഇതിൽ കുറച്ചൊരു വെളിച്ചെണ്ണ ഉള്ളത് ഞാൻ ദോശ ചുട്ടതിന് ശേഷം ഇങ്ങനെ തേച്ച് വെക്കാറുണ്ട്. അപ്പോൾ അത് മാത്രമാണ്, അല്ലാതെ നമ്മൾ ഓയിലോ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഇതെടുത്തിട്ട് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ 2 എണ്ണത്തിന് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇപ്പം ഫ്ലെയിമൊക്കെ കുറച്ച് ഒരു സിമ്മിലാണുള്ളത്. ഇനി ഇത് ഞാൻ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടച്ചു വെച്ച് കഴിഞ്ഞ് കുറച്ചൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് 2 ഭാഗം ഒന്ന് പൊള്ളിച്ചെടുക്കാം. ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. വാഴയിലേൻ്റെ ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഉണ്ടായാല നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗവും കൂടി നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം മുട്ട പൊള്ളിച്ചെടുത്ത് എല്ലാവരും കണ്ടല്ലോ, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. വാഴയില ഇങ്ങനെ തുറക്കുമ്പോൾ ആ മണോ എന്താണെന്നറിയാം. അപ്പോൾ എല്ലാവരും എന്തായാലും വേഗം തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാം. അപ്പോൾ അടുത്ത സിനിമയിൽ കാണുന്നവരെ ബൈ.